ലോകത്താകമാനം വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ പല രീതിയിലാണ് കണ്ടു തുടങ്ങുന്നത്. പ്രാഥമിക മേഖലയായ കൃഷി, സെക്കൻഡറി സെക്ടറായ ഇൻഡസ്ട്രി, ടേഴ്സറി സെക്ടറായ സർവീസസ്, ഈ മൂന്ന് തലങ്ങളെയും വെച്ച് നോക്കുമ്പോൾ സേവന മേഖല സർവീസസ് സെക്ടർ കുതിക്കുകയാണ്. ദ സർവീസസ് സെക്ടർ supersedes all other sectors and it creates lot of employment. 68% തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നൊരു മേഖലയായിട്ട് സേവന മേഖല മാറിയിരിക്കുന്നു. ഈ സേവന മേഖലയുടെ മാറ്റങ്ങൾക്ക് അനുസൃതമായി വിദ്യാഭ്യാസ മേഖലയിൽ കോഴ്സുകളിലും വലിയ മാറ്റങ്ങൾ വരുന്നു. ടെക്നോളജി രംഗത്ത് വലിയ മാറ്റം വരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഡാറ്റ മാനേജ്മെൻറ്റ്, ഡാറ്റ വിഷ്വലൈസേഷൻ തുടങ്ങി ടെക്നോളജി രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുന്നു. ഈ വർഷത്തെ പ്രധാനമായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്നത് പരമ്പരാഗതമായ പല കോഴ്സുകളും വളരെ ശക്തിയായി AI പിൻബലത്തോടുകൂടി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. BCom, BBAയും BCAയും AI അധിഷ്ഠിത കോഴ്സുകളുമായിട്ട് വളരെ ശക്തിയായി BCA സൈബർ സെക്യൂരിറ്റി, BBA ഓൺട്രപ്രണർഷിപ്പ് മാനേജ്മെൻറ്റ്, BCom അക്കൗണ്ടിങ് വിത്ത് ACCA തുടങ്ങി പല പുതിയ കോഴ്സുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ 14 സർവകലാശാലകളും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കോഴ്സുകളുമായിട്ട്, അതിനപ്പുറം 4 വർഷ ഓണേഴ്സ് പ്രോഗ്രാമുകളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെ പഠിക്കണം, എന്തു പഠിക്കണം. അച്ഛൻ്റെ മനസ്സിലൊരു കോഴ്സായിരിക്കും, അമ്മയുടെ മനസ്സിൽ വേറൊരു കോഴ്സായിരിക്കും, വിദ്യാർത്ഥിയുടെ മനസ്സിൽ വേറൊരു കോഴ്സായിരിക്കും, അവരുടെ സുഹൃത്തുക്കൾ പറയുന്ന വേറൊരു കോഴ്സായിരിക്കും. ഇതിനിടയിൽ താല്പര്യമില്ലാത്ത കോഴ്സുകൾക്ക് ചേരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും അനുദിനം വർദ്ധിച്ചു വരുന്നു. രാജ്യത്തെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ചിട്ടയോടുകൂടി നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, നീറ്റ് പരീക്ഷയും ജോയിൻ്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ, JEE മെയിനും അഡ്വാൻസ്ഡും എഴുതി മെഡിക്കൽ കോളേജുകളിലും IITകളിലും അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളിൽ എയിംസിലടക്കം കോഴ്സ് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു അർത്ഥത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിയായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥിക്ക് എങ്ങനെ ഒരു ശരിയായ തീരുമാനം എടുക്കാം? പലപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യം 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ്സിലേക്ക് കോമ്പിനേഷൻ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് 12ാം ക്ലാസ്സിന് ശേഷം ഞാൻ എന്ത് പഠിക്കണം, 12ാം ക്ലാസ്സിന് ശേഷം എന്ത് പഠിക്കണം എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ 12ാം ക്ലാസ്സിന് അതിനുതകുന്ന കോമ്പിനേഷൻ എടുത്താൽ മതി. ഉദാഹരണമായി രക്ഷിതാവിൻ്റെ മനസ്സിൽ 12ാം ക്ലാസ്സിന് ശേഷം വിദ്യാർത്ഥി എഞ്ചിനീയറിങ്ങിന് വിടാനാണ് താല്പര്യമെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ബയോമാത്സ് എടുക്കേണ്ട, ബയോളജി അങ്ങ് ഒഴിവാക്കുക. നീറ്റ് പരീക്ഷ എഴുതി ബയോളജി അധിഷ്ഠിത കോഴ്സുകൾക്ക് വിടാനാണ് താല്പര്യമെങ്കിൽ മാത്തമാറ്റിക്സ് ഒഴിവാക്കുക. സിവിൽ സർവീസസ് പരീക്ഷയോടാണ് താല്പര്യമെങ്കിൽ അതിന് ഇണങ്ങുന്ന കോമ്പിനേഷൻ എടുത്താൽ മതി. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് സിവിൽ സർവീസസ് പരീക്ഷയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ് IITയും BTechഉം അതുപോലെ MBBS ഒക്കെ മാറ്റിക്കൊണ്ട് ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, ലിബറൽ സയൻസസ് കോഴ്സസ്, ലിബറൽ ആർട്സ് കോഴ്സുകൾക്ക് വലിയ പ്രാധാന്യം വരികയാണ്. ഫിസിയോളജി, സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, ഇത്തരം കോമ്പിനേഷനുകൾ ബിരുദതലത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ സിവിൽ സർവീസസ് ഇപ്പോൾ കൂടുതലായിട്ട് നേട്ടം കൈവരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കാണേണ്ടത് വിദ്യാർത്ഥിയുടെ താല്പര്യം വിലയിരുത്തണം. വിദ്യാർത്ഥിയുടെ താല്പര്യം എന്താണെന്ന് വിലയിരുത്തി മാത്രമേ നമ്മൾ കോഴ്സുകൾ ചൂസ് ചെയ്യാൻ പറ്റൂ. ആദ്യത്തെ കാര്യം താല്പര്യം തന്നെയാണ്. 3 വർഷം മുമ്പ് ഒരു രക്ഷിതാവ് മകനുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. മകൻ കോയമ്പത്തൂരിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ 3 വർഷമായിട്ടും 75% കോഴ്സും പാസ്സാവാൻ പറ്റിയില്ല. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എന്താണ് പ്രശ്നം. അപ്പോൾ കുട്ടി നന്നായിട്ട് ഇംഗ്ലീഷും മലയാളം വായിക്കും, ഇംഗ്ലീഷിലും മലയാളത്തിൽ എഴുതും, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. +2 കഴിഞ്ഞ ഉടനെ കുട്ടിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിക്കാനായിരുന്നു താല്പര്യം. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധം ഇവനെ എഞ്ചിനീയറാക്കി അടങ്ങും. അങ്ങനെ എഞ്ചിനീയറിങ്ങിന് പോയി. അങ്ങനെ വന്ന സമയത്ത് ഞാൻ അവരോട് നിർബന്ധിച്ച് പറഞ്ഞു, അന്ന് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഇല്ലായിരുന്നു. ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ EFL യൂണിവേഴ്സിറ്റിയുടെ BA ഓണേഴ്സ് ലിറ്ററേച്ചർ 4 വർഷത്തെ പ്രോഗ്രാമിൻ്റെ പ്രവേശന പരീക്ഷ എഴുതാൻ പറഞ്ഞു. ഏതാണ്ട് 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ്. BTechൻ്റെ 75% കോഴ്സും തോറ്റ ഈ വിദ്യാർത്ഥി ഈ ഒരു പരീക്ഷ 1ാം റാങ്കോടുകൂടി പാസ്സായി. ഇപ്പോൾ ഹൈദരാബാദ് ക്യാമ്പസിൽ 4ാം വർഷം ഫൈനൽ ഇയർ ആയിട്ട് ആ കുട്ടി സ്കോളർഷിപ്പോടുകൂടി പഠിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, താല്പര്യം തിരിച്ചറിയണം. താല്പര്യമില്ലാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യം.
താല്പര്യമില്ലാത്ത വിഷയങ്ങൾ ഒഴിവാക്കണം, താല്പര്യമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കണം. രണ്ടാമത്തെ അഭിരുചിയാണ്. ചില വിദ്യാർത്ഥികൾക്ക് ചില വിഷയങ്ങളോട് നല്ല താല്പര്യം ഉണ്ടാവും. അപ്പോൾ അഭിരുചി വിലയിരുത്തിയുള്ള കോഴ്സുകൾ എടുക്കാൻ വിദ്യാർത്ഥിയെ പ്രേരിപ്പിക്കണം. ഈ ഒരു അർത്ഥത്തിൽ രക്ഷിതാക്കൾക്ക് വേണമെങ്കിൽ അധ്യാപകരുടെയും സഹായം തേടാം. ക്ലാസ് ടീച്ചറോട് ചോദിക്കാം, ഇവൻ ഏതാണ് സ്ട്രെങ്ത് എന്ന് മനസ്സിലാക്കാം. അതിനപ്പുറം വിദ്യാർത്ഥിയുടെ ലക്ഷ്യം എന്താണ്, അവൻ എന്താവാനാണ് ആഗ്രഹം, അതിനുതകുന്ന കോഴ്സുകൾ എടുക്കാൻ പ്രേരിപ്പിക്കണം. ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഇന്ത്യയിൽ പഠിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനം നടത്തി പഠിച്ച മേഖലയിൽ തന്നെ തൊഴിൽ ചെയ്യുന്നവരുടെ ശതമാനം 12% മാത്രമേ ഉള്ളൂ. ബാക്കി 88% പഠിച്ച മേഖലയിലൊന്നും അല്ല തൊഴിൽ ചെയ്യുന്നത്. മാത്രമല്ല, പണ്ടത്തെ പോലെ ഡിഗ്രി പഠിച്ച അതേ വിഷയത്തിൽ തന്നെ PG ചെയ്യണമെന്നില്ല ഇപ്പോൾ. ഉദാഹരണമായി BSc മാത്സ് കഴിഞ്ഞ കുട്ടിക്ക് MSc മാത്സിന് തന്നെ പോകണമെന്നില്ല. BSc സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ കുട്ടിക്ക് MSc സ്റ്റാറ്റിസ്റ്റിക്സിന് തന്നെ പോകണമെന്നില്ല. എത്ര കോഴ്സ്, ഡാറ്റാ സയൻസ്, ഡാറ്റാ മാനേജ്മെൻറ്റ്, അങ്ങനെ അടക്കമുള്ള ടെക്നോളജി അധിഷ്ഠിത കോഴ്സുകൾ എത്രയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് മേഖലയിലേക്ക് നമുക്ക് വഴിമാറി പോകാനുള്ള അവസരങ്ങൾ. അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ട്. വിദ്യാർത്ഥിയുടെ താല്പര്യത്തിനനുസരിച്ച് മേജറും മൈനറും സെലക്ട് ചെയ്യാം. ഫിസിക്സ് BSc പഠിക്കുന്ന കുട്ടിക്ക് എക്കണോമിക്സ് വേണമെങ്കിൽ എക്കണോമിക്സ് പഠിക്കാം. എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടിക്ക് കെമിസ്ട്രി മൈനറായി എടുക്കണം, കെമിസ്ട്രി പഠിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു രീതി നമ്മൾ കാണണം. ഇനി പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 കോമ്പിനേഷൻ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറയാം. +2 കോമ്പിനേഷൻ എടുക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥിയുടെ താല്പര്യം നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ പ്രവേശന പരീക്ഷ എഴുതി ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ പോകാനാണ് താല്പര്യമെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിക്ക് വേണ്ടി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് പരീക്ഷ നടത്തുന്നത്. വർഷത്തിൽ 2 തവണ പരീക്ഷ നടത്തും. ആർമിയാണ് താല്പര്യമെങ്കിൽ +2 ഏത് പഠിച്ചാലും മതി. നേവി എയർഫോഴ്സ് ആണ് താല്പര്യമെങ്കിൽ +2 തലത്തിൽ ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ചിരിക്കണം. ഇനി പ്രവേശന പരീക്ഷ എഴുതി IIT എഞ്ചിനീയറിങ്ങിന് ചേർക്കാനാണ് താല്പര്യമെങ്കിൽ +2 തലത്തിൽ ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ചിരിക്കണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫിസിക്സും മാത്തമാറ്റിക്സും സ്ട്രോങ് അല്ലെങ്കിൽ കഴിയുന്നത് എഞ്ചിനീയറിങ്ങിന് ചേർക്കരുത്. എഞ്ചിനീയറിംഗ് കോളേജിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. ഇനി ഫിസിക്സും മാത്തമാറ്റിക്സും അത്ര സ്ട്രോങ് അല്ല, പക്ഷേ കെമിസ്ട്രി വളരെ താല്പര്യമുണ്ട്, എനിക്ക് എഞ്ചിനീയറിംഗ് തന്നെ വേണം എന്ന് പറയുകയാണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് ചേർക്കാം. ഇനി ബയോളജി വളരെ സ്ട്രോങ് ആണ്, എഞ്ചിനീയറിംഗ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, ബയോടെക്നോളജി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, ഫുഡ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്ക് ചേർക്കാം. അപ്പോൾ ഈ ഒരു മാറ്റം കാണാം. അപ്പോൾ +2 ഏത് പഠിച്ചാലും ചേരാവുന്ന ഒരുപാട് നല്ല മികച്ച കോഴ്സുകളുണ്ട്. ഉദാഹരണമായിട്ട് +2 ഏത് ഗ്രൂപ്പ് എടുത്താലും ഇപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻ BBA, BCA, BCom പ്രോഗ്രാമുകൾക്കൊക്കെ ചേർക്കാം. രണ്ടാമത്തേത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ക്ലാറ്റ് എന്നൊരു പരീക്ഷ എഴുതി ദേശീയ നിയമ സർവകലാശാലകളിലെ ഇൻ്റഗ്രേറ്റഡ് ലോ പ്രോഗ്രാമിന് ചേരാം. BA LLB, BBA LLB, BCom LLB, BSc LLB പ്രോഗ്രാം. അതുപോലെ കേരള ലോ കോളേജ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിക്കൊണ്ട് ഏതൊരു ഇൻ്റഗ്രേറ്റഡ് ലോ പ്രോഗ്രാമിനും കേരളത്തിലെ ലോ സ്കൂളുകളിൽ പഠിക്കാം. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM-കളിലെ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് പഠിക്കാം. IIM കോഴിക്കോട് ഓഫർ ചെയ്യുന്ന ഇന്ത്യൻ ബാച്ചിലേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് ചേരാം. ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, ഏവിയേഷൻ മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകൾക്ക് ചേരാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന ഏറ്റവും വലിയൊരു തൊഴിൽ മേഖലയാണ് വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്തതോടുകൂടി ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഈ രംഗത്ത് ഇപ്പോൾ കോഴ്സുകൾ ആരംഭിച്ച് വരുന്നേ ഉള്ളൂ. നിരവധി സ്ഥാപനങ്ങൾ പുതിയ കോഴ്സുകൾ ആരംഭിച്ച് വരുന്നുണ്ട്. BBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, MBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ഒക്കെ മികച്ച കോഴ്സുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ JEE എന്നൊരു പരീക്ഷയുണ്ട്, എഞ്ചിനീയറിങ്ങിൻ്റെതല്ല, ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇത് എഴുതി കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ, ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, കള്ളിനറി ആർട്സ് തുടങ്ങിയ കോഴ്സുകൾക്ക് പോകാൻ മികച്ച തൊഴിലവസരങ്ങളുണ്ട്. ഇനി എഞ്ചിനീയറിംഗ് ആണ് താല്പര്യമെങ്കിൽ ആദ്യം ലക്ഷ്യമിടേണ്ടത് ദേശീയ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളായ രാജ്യത്തെ NIT-കൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജികൾ, അതുപോലെ വലിയ മലയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇവിടെ പഠിക്കണമെങ്കിലോ JEE മെയിൻ പരീക്ഷ എഴുതണം. NIT-യിലും IIIT-യിലും. NIT കോഴിക്കോടുണ്ട്, IIIT കോട്ടയത്താണുള്ളത്. IIT-കളിൽ കിട്ടണമെങ്കിലോ IIT-യിൽ കിട്ടണമെങ്കിൽ JEE അഡ്വാൻസ്ഡ് പരീക്ഷ പാസ്സാവണം. ഇനി +2 ഏതെടുത്തവർക്കും ഡിസൈൻ പ്രോഗ്രാമിന് പോവാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അതുപോലെ IIT-കളിലും ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാമുണ്ട്, BDES പ്രോഗ്രാമുണ്ട്. ഫാഷൻ ഡിസൈൻ, അപ്പാരൽ ഡിസൈൻ, നിറ്റ്വെയർ ഡിസൈൻ, പ്രോഡക്റ്റ് ഡിസൈൻ, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ,
തുടങ്ങി നിരവധി പ്രോഗ്രാമുകളുണ്ട്. ഇനി പല രക്ഷിതാക്കൾക്ക് ഇതിൽ താല്പര്യമുണ്ടാവും. അവർ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ കീം എഴുതി കാത്തിരിക്കുന്നവരുണ്ടാവും അവരുടെ മക്കൾ. ചിലർ കുസാറ്റിൻ്റെ കാറ്റ് പരീക്ഷയിൽ സ്കോർ ചെയ്ത് നിൽക്കുന്നവരുണ്ടാവും. ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് നല്ലത്? ഒരു കാര്യം പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗിലുള്ളൊരു ട്രെൻഡ് എന്നുള്ളത് എഞ്ചിനീയറിംഗ് സർവീസസിനാണ് ഏതാണ്ട് 81% തൊഴിലവസരങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് പഠിച്ചവർക്കും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പോകുന്ന IT സെക്ടറിലേക്കാണ്. ഈ IT സെക്ടറിലേത്തെ ഈ വലിയൊരു മാറ്റം കണ്ടുകൊണ്ട് പല എഞ്ചിനീയറിംഗ് കോളേജുകളും അഡീഷണലായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്തരം കോളേജുകളിൽ സിവിൽ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ മറ്റ് പല എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലും കുട്ടികൾ ചേരാനില്ലാത്ത ഒരു സ്ഥിതിയും വന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കീമിൽ തന്നെ ഏതാണ്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിത്ത് AI, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിത്ത് സൈബർ സെക്യൂരിറ്റി തുടങ്ങി 21ഓളം വകഭേദങ്ങളുണ്ട്. പല രക്ഷിതാക്കളും ചോദിക്കും ഏതാണ് നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് താല്പര്യമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മാത്രം എടുക്കുക. ബാക്കിയെല്ലാം നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം തന്നെയുണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റി അതുപോലെ AI ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങളുടെ അത് സ്പെഷ്യലൈസ്ഡ് ഏരിയ അതുമാത്രമായി മാറും. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സെക്ടറിലേക്കും പോവാം. അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് കണക്ടിവിറ്റി രംഗത്ത് വലിയ പ്രാധാന്യമുണ്ട്. EC കോഴ്സിന് വലിയ കുട്ടികൾ ചേരുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എനർജി, ഓട്ടോമൊബൈൽ, ക്ലീൻ ഗ്രീൻ ആൻഡ് ഹൈഡ്രജൻ എനർജി, ഓട്ടോമൊബൈൽ സെക്ടർ, തെർമൽ എഞ്ചിനീയറിംഗ്, മെഷീൻ ഡിസൈൻ അതിലൊക്കെ അവസരങ്ങളുണ്ട്. ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് കേരളത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ബയോമെഡിക്കൽ അതായത് ഹോസ്പിറ്റൽ മോഡേണൈസേഷനും അതുപോലെ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷനും വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. മറൈൻ എഞ്ചിനീയറിംഗ് വലിയൊരു പ്രോഗ്രാമാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ BTech മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുണ്ട്. പക്ഷേ മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇന്ത്യ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ പൊതുപ്രവേശന പരീക്ഷ CET എഴുതി ആ സ്കോറിലുള്ളവർക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലിംഗ് കൊടുത്താൽ മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് പോകാം. അപ്പോൾ താല്പര്യം വിലയിരുത്തിയുള്ള ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കണം. പക്ഷേ അതിനപ്പുറം കോഴ്സ് പൂർത്തിയാക്കിയാൽ വരാനിരിക്കുന്ന മാറ്റങ്ങളും വികസനവും സ്വപ്നം കണ്ടുകൊണ്ടുള്ള ബ്രാഞ്ചുകളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. പലപ്പോഴും താല്പര്യമില്ലാത്ത ബ്രാഞ്ചുകൾക്ക് ചേരാൻ ഒരിക്കലും വിദ്യാർത്ഥികളെ നിർബന്ധിക്കരുത്. അത്തരം ബ്രാഞ്ചുകളിൽ ചേരാൻ വിദ്യാർത്ഥികൾ നിർബന്ധിച്ച് പോവുകയും ചെയ്യരുത്. അതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ബയോളജി അധിഷ്ഠിത കോഴ്സുകൾക്ക് ഈ കോവിഡിന് ശേഷം വലിയ പ്രാധാന്യം വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ബയോളജി അധിഷ്ഠിത കോഴ്സുകൾ? ഇപ്പം നീറ്റിലൂടെ അഡ്മിഷൻ ലഭിക്കുന്ന ബയോളജി അധിഷ്ഠിത കോഴ്സുകൾ MBBS, BDS, ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി, അതുപോലെ BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, BSc ഹോർട്ടിക്കൾച്ചർ, BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ BTech ബയോടെക്നോളജി കോഴ്സുകളാണ്. അതുപോലെ ബാച്ചിലർ ഇൻ വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, ബാച്ചിലർ ഇൻ ഫിഷറീസ് സയൻസ്. ഇതൊക്കെ നീറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് സെലക്ഷൻ പ്രക്രിയ വരുന്നത്. ചില കുട്ടികൾ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി ഇപ്പോൾ +2 10ാം ക്ലാസ് കഴിഞ്ഞ് +2 11th ജോയിൻ ചെയ്യുമ്പോൾ പലർക്കും കോച്ചിങ്ങിന് പോകാൻ താല്പര്യമുണ്ടാവും. കോച്ചിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2 തോണിയിൽ കാൽ വെച്ച് പോകരുത്. ചിലർ എൻജിനീയറിങ്ങിൻ്റെ കോച്ചിങ്ങും നീറ്റിൻ്റെ കോച്ചിങ്ങും രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ നോക്കും. അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന കാര്യം രക്ഷിതാക്കൾ വളരെ നന്നായി അറിയണം. അവർക്ക് അൺവാണ്ടഡ് സ്ട്രെസ് നമ്മൾ കൊടുക്കരുത്. ഒരു സൈഡിൽ JEEയുടെ IITയിലേക്കുള്ള കോച്ചിങ്ങും ഒരു സൈഡിൽ നീറ്റിൻ്റെ കോച്ചിങ്ങും രണ്ടും കൂടി +2 പഠിക്കുമ്പോൾ ഒരു ബയോമാത്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക്, അതും 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് കൊണ്ടുപോകാനുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ശരിയായ താല്പര്യം മനസ്സിലാക്കി കോഴ്സിന് വിടുന്നതാണ് ഏറ്റവും നല്ലത്. അതിനപ്പുറം കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ, കേരളത്തിലെ ഏതാണ്ട് 14ഓളം സർവകലാശാലകളിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ മികവുറ്റ കോഴ്സുകളുണ്ട്. താല്പര്യം വിലയിരുത്തി ഓണേഴ്സ് പ്രോഗ്രാമിന് ചേർക്കാം. താല്പര്യം വിലയിരുത്തി മേജർ മൈനർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം. ഇനി കേന്ദ്ര സർവകലാശാലകൾ അടക്കമുള്ള ഏതാണ്ട് 57ഓളം കേന്ദ്ര സർവകലാശാലകൾ അടക്കമുള്ള 250ഓളം സർവകലാശാലകളിലേക്ക് ഒരൊറ്റ പരീക്ഷയുണ്ട്. നിങ്ങൾ കേട്ടിരിക്കും, CUET UG, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഈ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന് ജോയിനിലൂടെ മികച്ച സർവകലാശാലകൾ ഒരാൾക്ക് 3 വിഷയം വരെ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ റിസൾട്ട് അവൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ലേഡി ശ്രീറാം കോളേജ് തുടങ്ങി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി തുടങ്ങിയ മികച്ച സർവകലാശാലകളിലൊക്കെ, പോണ്ടിച്ചേരി സർവകലാശാലയൊക്കെ അഡ്മിഷൻ ലഭിക്കും. അത് നോക്കാവുന്നതാണ്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നോക്കണം, ഏതാണ് താല്പര്യമില്ലാത്ത വിഷയങ്ങൾക്ക് ചേർക്കാൻ നമ്മൾ നിർബന്ധിക്കരുത്. അടുത്തതായിട്ട് ഒരു കാര്യം എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നു.
അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ +2 ശേഷം ജോയിൻ ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള തീരുമാനം എടുത്ത ശേഷം നല്ലൊരു +2 കോമ്പിനേഷൻ എടുത്താൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ +2 കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് കൊമേഴ്സ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളുണ്ട്. മാത്സ്, കൊമേഴ്സ്, അക്കൗണ്ടൻസി എടുത്തവർക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പ്രോഗ്രാമിന് പോകാം, CPT എഴുതാം. അതുപോലെ BCom വിത്ത് ACCA, BCom വിത്ത് സിമ പ്രോഗ്രാമിന് പോകാം. ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക വിശകലനം നടത്തുന്ന ആക്ച്വറിയൽ സയൻസ് എന്ന പ്രോഗ്രാമിന് പോകാം. ഫൈനാൻഷ്യൽ അനാലിസ്റ്റ് പ്രോഗ്രാമിന് പോകാം. IIM-കളുടെ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് പോകാം. IIM-കളിലെ ബാച്ചിലേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് പോകാം. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ കോഴ്സിനും അതിൻ്റേതായ സാധ്യതയുണ്ട്. പക്ഷേ ആ സാധ്യത എങ്ങനെ കൈവരിക്കണമെന്നത് നമ്മൾ വളരെ ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോൾ എല്ലാവരും തൊഴിലില്ലായ്മയെ കുറിച്ച് പലരും പറയും. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്താ കാര്യം? നമ്മുടെ എത്ര വിദ്യാർത്ഥികൾ പതിവായിട്ട് പത്രം വായിക്കുന്നു? നമ്മുടെ വിദ്യാർത്ഥികൾ എത്രത്തോളം തൊഴിലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുമ്പോൾ വിദ്യാഭ്യാസത്തിൽ അറിവ് ഏറ്റവും പ്രധാനമാണ്, നോളേജ്. രണ്ടാമത്തത് ആറ്റിറ്റ്യൂഡ്, മനോഭാവം. മൂന്നാമത്തെ സ്കിൽ. മികച്ച സ്കിൽ ഉണ്ടെങ്കിലേ നമുക്ക് മികച്ച വിജയം കൈവരിക്കാൻ പറ്റുമോ, മികച്ച തൊഴിൽ ലഭിക്കൂ. +2 കഴിഞ്ഞ് ബിരുദത്തിന് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ മികച്ച സ്കിൽ കൈവരിക്കാൻ ശ്രമിക്കണം. വിദ്യാർത്ഥികൾ എല്ലാവരും പതിവായിട്ട് പത്രം വായിക്കണം. ഇപ്പം നീറ്റും JEE, കീം ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രവേശന പരീക്ഷകൾക്കും ഒരു പേപ്പർ ജനറൽ നോളേജാണ്. ഇപ്പോൾ കറണ്ട് ഇവൻറ്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ എല്ലാ എഡ്യു യൂണിയൻ മെമ്പർമാരോടും പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലെ പത്രം എല്ലാ കുട്ടികളെ കൊണ്ടും നിർബന്ധമായി നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ പത്രം വായിപ്പിക്കണം. പൊതുവിജ്ഞാനം അവരറിയണം. അപ്പോൾ ആ പൊതുവിജ്ഞാനം, ഇപ്പം KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അവിടത്തേക്ക് CUET കോട്ടയത്ത്, അവിടെ CUET പരീക്ഷയുടെ റിസൾട്ട് ഇത് വെച്ചാണ് അഡ്മിഷൻ. അവിടെയും ജനറൽ നോളജ് ഉണ്ട്. സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ, കൊൽക്കത്ത പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയൊക്കെ അഡ്മിഷന് ജനറൽ നോളജ് ഉണ്ട്. അപ്പോൾ മിക്കവാറും GK എല്ലാ അർത്ഥത്തിലും വരുന്നു. അതിനപ്പുറം GK തൊഴിൽ മേഖലയ്ക്കും ആവശ്യമാണ്. UPSC പരീക്ഷയായാലും കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആയാലും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ആയാലും ഇതിനൊക്കെ GK ആവശ്യമാണ്. അതുകൊണ്ട് പതിവായിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പത്രം വായിക്കണം, പൊതുവിജ്ഞാനം മെച്ചപ്പെടുത്തണം, കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി വേണം. 1-2 കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഡിഗ്രിക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ പഠിക്കണം. അത് C++ ആവാം, ജാവ, ഔട്ട്റീച്ച് ആവാം, പൈത്തൺ, ഇങ്ങനെയുള്ള ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടർ ലാംഗ്വേജ് പഠിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. മലയാളത്തിലും ഇംഗ്ലീഷിലും ആശയവിനിമയവും എഴുത്തും അതുകൊണ്ടുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തണം. കോളേജിലുള്ള എല്ലാ മത്സര പരിപാടികളിലും പങ്കെടുക്കണം. നമ്മുടെ എല്ലാ കഴിവുകളും പ്രൂവ് ചെയ്ത് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് മികച്ച തൊഴിൽ മേഖലയിലേക്ക് പോകാൻ പറ്റൂ. ഇതറിയേണ്ട കാര്യം, പല ഇൻ്റർവ്യൂവിലും നമ്മളെ കുട്ടികൾ തഴയപ്പെടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പൊതുവിജ്ഞാനത്തിലും മറ്റ് സോഫ്റ്റ് സ്കിൽസിലുമുള്ള പ്രധാനപ്പെട്ട കുറവ് കൊണ്ടാണ്. അത് നമ്മുടെ കുട്ടികൾക്ക് വരരുത്. ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ ഇതും ശരിയാക്കിയെടുക്കണം. ഡിഗ്രി അവസാന വർഷം കഴിയുമ്പോഴേക്ക് കുട്ടിക്ക് നന്നായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം, നന്നായി സംസാരിക്കാനുള്ള കഴിവ്, മലയാളത്തിലും ഇംഗ്ലീഷിലും നന്നായി സംസാരിക്കാനുള്ള കഴിവ് വേണം. ഇങ്ങനെയുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പലപ്പോഴും ഉപരിപഠനം അത്യന്താപേക്ഷിതമാണ്. അതിന് വ്യക്തമായ പ്ലാനിങ് വേണം. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്നും പ്രതിവർഷം 10 ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശ ക്യാമ്പസുകളിലേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ അറിയേണ്ട കാര്യം, ഇത് ഇപ്പോൾ +2 കഴിഞ്ഞ് വിദേശത്ത് വിദ്യാർത്ഥികൾ പോകുമ്പോൾ അതിന് വ്യക്തമായ പ്ലാനിങ് വേണം. എങ്ങനെയാണ് പ്ലാനിങ്? ഏത് രാജ്യത്തേക്കാണോ പോകുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന 5 രാജ്യങ്ങളിലേക്കാണ് കൂടുതലായിട്ട് പോകുന്നത്. അമേരിക്ക, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൻഡ് കാനഡ. ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷ വേണം. അമേരിക്കയാണെങ്കിൽ TOEFL, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്. മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ IELTS, ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. അതുപോലെ +2 നിലവാരം വിലയിരുത്തുന്ന ഒരു പരീക്ഷയുണ്ട്, SAT, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ പരീക്ഷ +2 പഠിക്കുമ്പോൾ തന്നെ പൂർത്തിയാക്കി +2 2ാം വർഷം ആകുമ്പോൾ തന്നെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ +2 ബോർഡ് എക്സാം വരുന്നതിന് മുമ്പായിട്ട് അഡ്മിഷൻ കിട്ടും. വിദേശ സർവകലാശാലകൾ അഡ്മിഷൻ നൽകുന്നത് +2 ബോർഡ് എക്സാമിൻ്റെ മാർക്ക് നോക്കിയല്ല, മറിച്ച് 10ാം ക്ലാസ്സിലെ മാർക്ക്, ടെസ്റ്റ് സ്കോറുകൾ, 11ാം ക്ലാസ്സിലെ പെർഫോമൻസ് എന്നിവ നോക്കിയിട്ടാണ് എന്ന കാര്യം പ്രത്യേകം അറിയണം. ഇതിനപ്പുറം ചില വിദ്യാർത്ഥികൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് പ്രവേശന പരീക്ഷ ഒന്നും എഴുതാൻ താല്പര്യമില്ല, പക്ഷേ എനിക്ക് ഏത് കോഴ്സിന് പ്രവേശന പരീക്ഷ ഇല്ലാതെ +2ൻ്റെ മാർക്ക് വെച്ച് ജോയിൻ ചെയ്യാം. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ
BA, BSc, BCom, BBA, BCom എല്ലാ ബിരുദ പ്രോഗ്രാമുകൾ. അതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് കേരളത്തിലെ പോളിടെക്നിക്കുകളിൽ 3 വർഷ ഡിപ്ലോമ പ്രോഗ്രാമുകൾ. അതുപോലെ നിരവധി പാരാമെഡിക്കൽ പ്രോഗ്രാമുകളുണ്ട് 12ാം ക്ലാസ് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. BSc നഴ്സിംഗ്, BSc ഒപ്റ്റോമെട്രി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി, ഫിസിയോതെറാപ്പി, അനസ്തീഷ്യ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി തുടങ്ങിയ നിരവധി പാരാമെഡിക്കൽ പ്രോഗ്രാമുകളുണ്ട്. ഇത്തരം പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾക്ക് LBS സെൻറ്റർ വഴിയാണ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. നിങ്ങൾക്ക് +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി തീരുമാനിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കോമ്പിനേഷൻ എടുക്കുമ്പോൾ 12ാം ക്ലാസ്സിന് ശേഷം എന്ത് പഠിക്കണം എന്നതിനെക്കുറിച്ചൊരു ധാരണയുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള തയ്യാറെടുപ്പുകളും +2 കാലയളവിൽ എടുക്കാം, അതുമായിട്ട് മുന്നേറാം. ഇനി 12ാം ക്ലാസ്സിന് ശേഷം തീരുമാനിക്കുകയാണ് എനിക്കൊരു സിവിൽ സർവീസസ് പരീക്ഷ എഴുതാനാണ് താല്പര്യമെങ്കിൽ വ്യക്തമായ തയ്യാറെടുപ്പ് നടത്തണം. 12ാം ക്ലാസ് ബിരുദത്തിന് പഠിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി തീരുമാനിക്കുകയാണ് എനിക്ക് ഇൻഷുറൻസ്, ബാങ്കിങ്, ഫൈനാൻഷ്യൽ സെക്ടർ ജോയിൻ ചെയ്യണമെങ്കിൽ അതിനുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കണം. ഇനിയല്ല കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനാണ് താല്പര്യമെങ്കിൽ അതിന് തയ്യാറെടുക്കണം. ഇപ്പോൾ UGC നിഷ്കർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബിരുദ പ്രോഗ്രാമിൻ്റെ കൂടെ വേറൊരു പ്രോഗ്രാം കൂടി വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് ടെക്നോളജി എനേബിൾഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. എഡെക്സ്, കോഴ്സറ തുടങ്ങിയ ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോം ഓൺലൈനിലൂടെ പഠിക്കാം. ഇപ്പോൾ ഉദാഹരണമായി BSc കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടിക്ക് കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഒരു 6 മാസത്തെ ടെക്നോളജി എനേബിൾഡ് ലേണിംഗ് പ്രോഗ്രാം കോഴ്സ് വേണമെങ്കിൽ എഡെക്സോ അതുപോലെ കോഴ്സറ പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്നിവിടെ ഓൺലൈനായിട്ട് പഠിക്കാം. അത് ചെയ്യുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം BSc കെമിസ്ട്രി കഴിഞ്ഞൊരു കുട്ടി ഇൻ്റർവ്യൂ പോകുന്നതും BSc കെമിസ്ട്രി വിത്ത് 6 മാസത്തെ ആഡ് ഓൺ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റുമായി ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതും ഒരു എംപ്ലോയബിലിറ്റി ഇൻഡെക്സിലൊരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ കാണണം. അപ്പോൾ പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ പല രീതിയിലാണ് വരുന്നത്. കോഴ്സുകളുടെ കാര്യത്തിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. കാലം മാറി, കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. ആ കാലത്തിൻ്റെ മാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക് മികച്ച കോഴ്സുകളും മികവുറ്റ തൊഴിലുകളും ലഭിക്കാൻ ഉതകുന്ന രീതിയിലുള്ള കോഴ്സുകൾക്ക് ചേർക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകണം. അതിനുതകുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ആവശ്യം. അവർ വേണ്ട എന്ന് പറയുന്ന ഏതൊരു കോഴ്സും അവരുടെ തലയിൽ നമ്മൾ കെട്ടിവെക്കരുത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും മികച്ച കോഴ്സുകൾ, കുട്ടികൾക്ക് എല്ലാവർക്കും മികച്ച കോഴ്സുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. ഈ കുറഞ്ഞ സമയത്തിനിടയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്നോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ തിരുവനന്തപുരം ജില്ലാ NGO യൂണിയന് പ്രത്യേക അഭിനന്ദനങ്ങൾ.